എവിടെ പോയതാ സാറേ? നല്ല യാത്ര കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ശ്രീധരൻപിള്ള സാറിന്റെ കൂടെ ഡി ഓഫീസ് വരെ ഒന്ന് പോയതാ. റിട്ടയർ ആയിട്ടും വിദ്യാഭ്യാസ വകുപ്പുമായിട്ടുള്ള ബന്ധമൊന്നും വിട്ടിട്ടില്ലല്ലേ? എന്റെ ബന്ധമൊക്കെ പണ്ടേ വിട്ടു. പക്ഷെ ശ്രീധരൻപിള്ള സാറിന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഒരു ബന്ധനമായിരിക്കുക. അതെന്താ? അതോ, സാറ് പെൻഷനാകുന്നതിന്റെ 6 മാസം മുമ്പേ 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി മുഖത്തോട്ട് മുടിയും പടർത്തി വന്നപ്പം സാർ അവനോട് പറഞ്ഞു മുടി വെട്ടിയിട്ട് വരണമെന്ന്. അവൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു ഹെഡ് മാസ്റ്റർ അവനെ അവമാനിച്ചെന്ന്. അവർ വിദ്യാഭ്യാസ വകുപ്പിന് ഒരു പരാതി കൊടുത്തു. അവിടുന്ന് സാറിന് കിട്ടിയത് മെമ്മോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് 1 വർഷമായല്ലോ സാറേ. അത് ശരിയാ. പക്ഷെ അന്നേ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ കളക്ടർക്കും ബാലാവകാശ കമ്മീഷനും കൂടി ഒരു പരാതി കൊടുത്തു. അതിന്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് സ്കൂളിൽ വന്ന അധ്യാപകരുടെ മൊഴിയെടുത്തത്. എന്ത് ചെയ്യാം, 10-35 വർഷക്കാലം അധ്യാപകനായിട്ട് സേവനം ചെയ്ത് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തായി ശ്രീധരൻപിള്ള സാർ. എനിക്കറിയാം, വിദ്യാർത്ഥികളെന്ന് വെച്ചാൽ സാറിന് ജീവനായിരുന്നു. കുട്ടികളെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ അധ്യാപകർക്ക് പോലും അവകാശമില്ലെന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ശരിയാ, തെറ്റ് തിരുത്തുന്നവരെ ശത്രുക്കളായിട്ടാണ് ചില വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഇപ്പോൾ കാണുന്നത്. നിയമത്തിന്റെ പിൻബലം ഓർക്കാം. ചെറിയ തെറ്റുകൾ തിരുത്താതെ വരുമ്പോഴാണ് അത് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അധ്യാപകരോട് ബഹുമാനം കലർന്ന പേടിയായിരുന്നു മുൻ തലമുറകൾക്ക്. അധ്യാപകർ ശിക്ഷിക്കുന്നത് തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. ശരിയാ, ശിക്ഷണത്തോടൊപ്പം നന്നായിട്ട് പഠിച്ച് മൂല്യങ്ങളൊക്കെ സ്വായത്തമാക്കിയ ഒരു തലമുറ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും ഓർക്കണം.